ഗൈസ്. അപ്പോൾ ഇതിനകത്ത് എതിരാളികളാരാന്ന് കാണിച്ചിട്ടേ, ക്രിക്കറ്റ് ഗൈസ്, ബാർസലോണയാണ് ഇതിനകത്ത് എതിരാളികൾ. അപ്പുറത്തും ഇപ്പുറത്ത് യമാലുണ്ട്, പക്ഷെ നമ്മുടെ യമാല് സീനാണ്. ബാർസലോണയാണ് ഗൈസ്. ലുക്ക് അറ്റ് ദിസ്. ഓക്കെ, ബേസ് കാർഡാണ്, എന്നാലും അറിയാമല്ലോ ടോപ്പ് പ്ലെയർ ആയതുകൊണ്ട് ചെറിയ സീനുണ്ടാവും. ഓക്കെ, അതിന് അത്യാവശ്യം നല്ല ഫോമിലാണോ നോക്കി നമുക്ക് എന്തായാലും നോക്കി വെക്കാം. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം. സോ ദിസ് ഈസ് മൈ ഇൻസ്റ്റാഗ്രാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ കസ്റ്റം ചെയ്ത സ്റ്റേഡിയം കേട്ടോ ഗൈസ്. ഞാൻ കസ്റ്റം ചെയ്ത സ്റ്റേഡിയത്തിലാണ്. ബാർസലോണ ഞാൻ തോപ്പി ഗൈസ്, ഒന്ന് നോക്കിക്കും. ഓക്കെ, ഇതിൽ ഞാൻ ഡബിൾ അറ്റാക്ക് ഇടും ഗൈസ്, എനിക്ക് അതാണ് ഇഷ്ടം. ഓക്കെ, പിള്ളേർ കേട്ടാ ഫസ്റ്റ് പോരാ. സാവീനൊന്നും എടുക്കണം കൂടിയില്ല പന്ത്. എടാ യമാല് പോണു യമാലിനും ന്യൂനോ മെൻഡസും അറിയാലോ, നാഷണൽസ് ലീഗിൽ പോക്കറ്റിലിട്ടതാണ് പ്രാവശ്യം യമാലിന് ഗോൾ. എടാ സ്വന്തം ടീമിലെ ഗോളിലെന്ന് വിചാരിച്ച് അണ്ണാക്കിലേക്ക് ഇട്ട് കൊടുക്കല്ലേ. റാഫീനയാ പിടിച്ചടാ, റാഫീനെയാണ് പൂട്ടിയടാ. കയറി വാങ്ങിച്ചാനെ, എന്ത് കാട്ടണ ഇത്. ഇപ്പോൾ ഗോളിൽ നമ്മളായിരിക്കും ബാർസലോണ ഇങ്ങനെ പോയി നിൽക്കണത്. എന്തെങ്കിലും കാട്ടണത്, കളിക്കാനും അറിയത്തില്ല എനിക്കല്ല ഡേയ്സ്, എൻ്റെ പ്ലേയേഴ്സിന്. പിടിച്ചടാ പൂട്ടി. എടാ എന്താടാ അവന്മാർ വെറുതെ ഇട്ട് പാസിട്ട് കളിക്കുക പഴടി. ഓക്കെ, എൻട്രിക്ക് എന്തത്, എൻട്രിക്ക് ഹെഡ് ചെയ്യുന്നുണ്ടല്ലോ. ഒട്ടും പോക്കോലാത്ത ഈ ചങ്ങ എങ്ങനെ ഹെഡ് ചെയ്യണ ആലോചിക്കണം. മക്കളെ നമുക്കിത് നോർമലിലേക്ക് ഇടാം, അല്ലെങ്കിൽ ഡിഫൻസ് നന്നായിട്ട് പൊട്ടുണ്ട്, ആണ് വിഷയം. ഓ ഗൈസ്, എൻട്രിക്ക് രക്ഷിച്ചു നമ്മളെ. വെല്ലിംഗത്തിന് അസിസ്റ്റ് കേട്ടോ. ഓക്കെ, എൻട്രിക്ക് നമ്മളെ സഹായിച്ചു, കൊള്ളാം. ഇതൊക്കെ പേരുള്ളി. യമാലേ അപ്പുറത്തെ വിങ്ങിലെത്തിയില്ലോടാ നീ. കാച്ച് ഈ യമാല പൊട്ടിക്കേ. അത്രേ ഉള്ളൂ. എൻ്റെ ഞാൻ ഈ ചെങ്ങായുടെ ആ കാർഡായതുകൊണ്ടേ ചെറിയ വിശ്വാസമൊക്കെ ഉണ്ട്. അടിക്കടാ. ഫസ്റ്റ് അവധി ആയിരുന്നു ഗൈസ്, 1-1. എന്തായാലും കൊള്ളാം.